മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 15-ഉം 16-ഉം തിരുവചനങ്ങളില് നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുന്നുണ്ട്. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു, നീ ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു എന്ന് ഈശോനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തിരുവചനത്തിലൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും മറ്റാരും അറിയുന്നില്ലെങ്കിലും ദൈവം അറിയുന്നുണ്ട്. നമ്മൾ ആരും കാണുന്നില്ല എന്ന് കരുതി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം കാണുന്ന ഒരുവനുണ്ട്, അത് ദൈവം. നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കാനും നമ്മുടെ ജീവിതത്തെ ഉയർത്താനും കഴിവുള്ള ദൈവം, നമ്മുടെ ജീവിതത്തെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ഓരോ പ്രവർത്തികളും കാണുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പല തിന്മകളും ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല എന്ന് കരുതി ചെയ്തു കൂട്ടുന്നുണ്ട്. ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക, നിന്റെ ദൈവം നീ ചെയ്യുന്ന ഓരോ പ്രവർത്തികളെയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ അധ്വാനങ്ങള്, നമ്മുടെ കഷ്ടപ്പാടുകള്, നമ്മുടെ കുടുംബത്തെ പോറ്റാൻ സമൂഹത്തിന് വേണ്ടി നമ്മളൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ നൊമ്പരം നമ്മൾ ചെയ്യുന്ന ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ആരും അറിയുന്നില്ലെങ്കിലും നിന്റെ അധ്വാനങ്ങളും നിന്റെ വേദനകളും നിന്റെ കഷ്ടപ്പാടുകളും നിന്റെ ദൈവം അറിയുന്നുണ്ട് എന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. പലപ്പോഴും പല കാര്യങ്ങളും പലരും ചെയ്യാൻ മടിക്കുന്നതിന്റെ കാര്യം ഇതാണ്. എന്റെ ജീവിത പങ്കാളി അറിയുന്നില്ല, എന്റെ മക്കൾ അറിയുന്നില്ല, എന്റെ മാതാപിതാക്കൾ അറിയുന്നില്ല, എന്റെ സഭ അറിയുന്നില്ല, സമൂഹം അറിയുന്നില്ല. ഇത് വലിയൊരു നൊമ്പരമാണ് നമ്മുടെ. പ്രിയപ്പെട്ടവരെ, ആരും അറിയണ്ട, പക്ഷെ ദൈവം അറിയുന്നുണ്ട്. ദൈവമാണ് നിനക്ക് പ്രതിഫലം നൽകുന്നവൻ, ദൈവമാണ് നിന്റെ ജീവിതത്തെ ഉയർത്തുന്നവൻ. അവൻ നിന്റെ അധ്വാനങ്ങളും നിന്റെ വേദനകളും കഷ്ടപ്പാടുകളും നിന്റെ പ്രവർത്തികളും എല്ലാം അറിയുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ വചനത്തിലൂടെ ഈശോ പഠിപ്പിക്കുകയാണ്, നീ ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, മന്ദോഷ്ണനായതുകൊണ്ട് നിന്നെ ഞാൻ തുപ്പിക്കളയും. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ മന്ദത പാടില്ല, ഒരു മന്ദോഷ്ണത പാടില്ല. നമ്മള് നല്ല ചൂടുള്ളവർ, ആത്മീയ ജീവിതത്തിൽ ജ്വലിച്ചു നിൽക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന അത് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തത്തക്ക വിധത്തില്, ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന പ്രാർത്ഥന ദൈവസന്നിധിയില് ഉയർത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുപോലെ നമ്മുടെ അധ്വാനങ്ങളില്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും നമുക്ക് മന്ദോഷ്ണത പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ആത്മീയ ജീവിതത്തില് ഭൗതിക മേഖലകളിൽ ഏതെങ്കിലും മേഖലയിൽ നമ്മൾ മന്ദോഷ്ണരായിരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹത്തിൽ നിന്ന് അകലെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മുടെ പ്രവർത്തികളെ കാണുന്നവനായ കർത്താവിന് കൊടുത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. പുതിയ ഒരു മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഇവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് കൃപ വർഷിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ, പഠനങ്ങളെ അനുഗ്രഹിക്കണമേ. പരീക്ഷകളിൽ അങ്ങയുടെ സഹായം ഇവർക്ക് ലഭിക്കട്ടെ. അങ്ങയുടെ കൃപ ഇവരിൽ ജ്വലിക്കട്ടെ. അങ്ങയുടെ അഭിഷേകം ഇവരിലേക്ക് ഒഴുകട്ടെ. അങ്ങയുടെ ചൈതന്യം ഇവരിലേക്ക് ഒഴുകട്ടെ. കർത്താവേ, ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ഈശോയെ, ഇവരെ ഓരോരുത്തരെയും പരിപാലിക്കണമേ. ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങൾ, നാരകീയശക്തിയുടെ പ്രവർത്തനം, രോഗങ്ങൾ, അസ്വസ്ഥത, കടബാധ്യതകള്, തകർച്ചകള്, പരാജയങ്ങള് ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.